വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ട്രീറ്റ് കൊടുക്കാൻ പോവാണ്. അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികൾക്കാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രീറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓരോട് കൊടുത്തൊരു വാക്കിന് കേട്ടോ. അതായത് സത്യം പറഞ്ഞാൽ ഈ വാക്ക് കൊടുത്തിട്ട് കുറച്ചായി, ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5-6 മാസമായി വാക്ക് കൊടുത്തിട്ട്. ആ വാക്ക് എനിക്ക് ഇതുവരെ പാലിക്കാൻ പറ്റിയില്ല ഇനി. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളും കൂടെ ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അത് എനിക്ക് ഓലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, എനിക്കിതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ തട്ടിക്കും. പിന്നെ എന്താ സമയം കൂടെ ഒത്തു കിട്ടിയില്ല ഈ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ കർക്കിടവാവിൻ്റെ ലീവ് കിട്ടിയപ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഇറങ്ങിയാണ് വൈകുന്നേരം. അപ്പോൾ ഓലെ വീട് ഇവിടെ നിലമ്പൂർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓലോട് വരാൻ പറഞ്ഞിരിക്കണ്, റെഡി ആയിക്കാൻ പറഞ്ഞിരിക്കണം. 5 മണിയാകുമ്പോൾ ഞാൻ വരും കേട്ടോ, നിങ്ങൾ ഫുൾ സെറ്റായി നിൽക്കുന്നൊക്കെ പറഞ്ഞിരിക്കണോ. അപ്പോൾ ഗസ്റ്റുകളെ പിന്നെ എന്ത് ചെയ്ത് തരാം, ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഏത് ഗസ്റ്റാണ്, എങ്ങനത്തെ ഗസ്റ്റാണെന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ അതേപോലെ നശ്വത ഇവിടെ ഫുൾ പൊലിവിൽ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഉണ്ടാക്കിയ ഷവർമ്മ. അതായത് എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങൾ എപ്പോൾ എവിടെ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരുമോ ഇതൊന്നുമില്ല. എന്നാൽ ഫുൾ സപ്പോർട്ടാട്ടോ നമുക്ക്. പക്ഷെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വരൂലെങ്കിലും ഇന്നലത്തെ വ്ളോഗിൽ ഇന്നലത്തെ ഫുഡിൻ്റെ വ്ളോഗിൽ ഇപ്പോൾ വന്നിക്കണ്. വ്ളോഗിൽ എവിടെ വന്നു എന്നൊക്കെല്ലാവരും ചിന്തിക്കണത്. കാരണം ആ വ്ളോഗ് കണ്ട ആളുകൾ ആ വീഡിയോയിൽ ചിലപ്പോൾ എവിടെ ഇപ്പനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ വ്ളോഗിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിരിക്കണേ. അതായത് എന്താ സംഭവിച്ചേ, എന്താ കമൻറ്റ് ഇട്ട്, എന്താ അഭിപ്രായം കിട്ടി പറഞ്ഞ നേരിട്ട് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇപ്പോൾ ഉള്ളോട് നേരിട്ട് പറഞ്ഞു ഷവർമ്മ നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, വ്ളോഗ് ഇരുന്ന് കണ്ടപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ട് കൊടുത്തിരിക്കണേ. അതിങ്ങോട്ട് കണ്ടിട്ട് ബോസിന് ഇങ്ങോട്ട് പൊല്ലി വയ്ക്കണേ എന്നോട്. അതായത് ഞാൻ കുറച്ച് നേരത്തെ ജിമ്മിൽ പോയി കണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് എന്തോ കിട്ടിയല്ലേ ഇന്നൊരുണ്ട് വന്നുകൊണ്ട് എനിക്ക് ഇപ്പാൻ്റെ കമൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ കമൻറ്റ് ഇട്ട്, അപ്പം നിഷിൻ്റെ ഷവർമ്മ കഴിച്ചു സൂപ്പർ അങ്ങനെ എന്തോ പറഞ്ഞാണ്ട് ഇപ്പം എന്ത് ചെയ്തിക്കണേ, കമൻറ്റ് ഇട്ടിക്കണേ അപ്പോൾ അതിൻ്റെ പൊലിയിലാണ് ഭയങ്കര ഇതാക്കി. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഈ പ്രോത്സാഹനം ഓവർ കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ നല്ലതാണ് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കണമാണ് അല്ല അപ്പോൾ ഇതിപ്പോൾ ആരും ആദ്യം പഠിച്ചിട്ട് ഇങ്ങോട്ട് ജനിച്ചു നോക്കണമെന്നില്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഇനി ഇതേമാതിരി കുറേ വെറൈറ്റി ഐറ്റംസ് എനിക്ക്. പക്ഷെ എന്താ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ഫ്ലോപ്പായി എന്ന് പറയാൻ മാത്രം ഇതുവരെ ഇതും ആ ഉന്നക്കായി അല്ലാതെ. ഓക്കെ, ഇനി നമ്മൾ ആ സബ്ജക്റ്റിക്ക് ഇപ്പോൾ കിടക്കണ്ട. അപ്പോൾ അതല്ലാതെ വേറെ ഏതും അങ്ങനെ ഫ്ലോപ്പായി എന്ന് പറയാൻ മാത്രം എൻ്റെ ഓർമ്മയിലില്ല. ഇനിയിപ്പോൾ മറ്റേ ലാലേട്ടൻ്റെ സംഭവം അത് സ്കൂളിലകത്ത് ഒരു ദിവസം ഉണ്ടായി തന്നെ. എനിക്ക് ലീവിൽ ഒരു ദിവസം ഉണ്ടായി തന്നെ കേട്ടോ. നിനക്ക് സുഖമില്ലേ, തലവേനയും ഛർദിയൊക്കെ. അപ്പോൾ ഇനി നമ്മളെ ഗസ്റ്റാക്ക് ട്രീറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗസ്റ്റ് ആരാന്നില്ല എനിക്ക് ഇതുണ്ടോ, ക്യൂരിയോസിറ്റി ഉണ്ടോ? അപ്പോൾ ഇവളോട് ഞാൻ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മാറ്റി വരാൻ നമുക്ക് ജസ്റ്റ് നിലമ്പൂരൊക്കെ പോയി ഒന്നിങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിപ്പിച്ചാണ്. അപ്പോൾ ഗസ്റ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ അപ്പോൾ പറയണില്ല. ഗസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും എല്ലാവർക്കും നിങ്ങൾക്കും ബെക്കും ഞാൻ എന്ത് ചെയ്തുതരാം, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഗസ്റ്റിൻ്റെ അടുത്തെത്തും. അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഗസ്റ്റുകളാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഒരു ബിൽഡപ്പ് നമ്മൾ ഇതിന് കൊടുക്കില്ല. അപ്പോൾ ഗസ്റ്റുകളെ കണ്ടിട്ട് നിങ്ങളും എന്ത് ചെയ്യണം, നമ്മളെ ഗസ്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗസ്റ്റുകളുടെ അടുത്ത് പോവല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയേക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഗസ്റ്റുകൾ കേട്ടോ, നവീദും റയാനും. അപ്പോൾ ഗസ്റ്റുകൾക്ക് രണ്ടാക്കും ഞാനൊരു വാക്ക് കൊടുത്തിന് എടാ. എന്നെന്ന വാക്കാണ്? LSS കിട്ടണതിന് മുമ്പ് ഞാൻ ക്ലാസ് എന്നല്ല പറഞ്ഞേ, എന്താ പറഞ്ഞേ, ബ്രോസ്റ്റ് എന്നാ കൊണ്ടു പറഞ്ഞേ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ എന്ത് പിന്നെ ട്രീറ്റ് കേട്ടോ. അതായത് ഇവർ രണ്ടാളും 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത്, ഇപ്പം 5-ലെത്തിക്കണ്ടോ, 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഓലോട് ഞാൻ ഒരു വാക്ക് കൊടുത്തിന്. അതായത് ഞാൻ ഓലെ ക്ലാസ് ആറ് അപ്പോൾ അന്ന് ഞാൻ അവരോട് ഒരു വാക്ക് കൊടുത്തു, നിങ്ങൾ LSS വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വാങ്ങി തരും, ബ്രോസ്റ്റ് വാങ്ങി തരും. സംഭവം 6 മാസം കഴിഞ്ഞു പക്ഷെ എന്നാലും ഞാൻ മറന്നിട്ടില്ലേ, ഞാൻ ഒരു ഒഴിവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തുന്ന കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് വല്ല രണ്ടാൾ വീട്ടിൽ പോയിനി അപ്പോൾ അന്ന് അവരോട് ഞാൻ പറഞ്ഞിനി, ഞാൻ മറന്നിട്ടില്ല, ഞാൻ ഒരു ദിവസം വിളിക്കണ്ട, അന്ന് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ആ ട്രീറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ പോകണല്ലേ. കാത്തിരുന്ന് നമ്മുടെ 6 മാസത്തെ കാത്തിരിപ്പാട്ടോ. അപ്പോൾ നമ്മൾ ആ ട്രീറ്റിന് പോവാണ്. കണ്ടോ എങ്ങനെയുണ്ട്? തിരാടോട്ടിൻ, ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി.
എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലേ? ഇനി ഇവിടെ ഒരു ബോർഡ് ഉണ്ട് 0.5 ആക്കി ഈ ബോർഡ് ഇങ്ങനെയാണ് ഇങ്ങോട്ട് പോവാം. ഓക്കെ ഒക്കെ നമ്മൾ പറഞ്ഞുതരാം മക്കളെ. ഇത് നമ്മൾ ഫുള്ള് ഈ റോഡൊക്കെ നമ്മൾ നന്നാക്കി കേട്ടോ. അപ്പോൾ ഗൈസ് നെസ്വ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് നെസ്വ വരുന്നത്. എന്നിങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വരും. അപ്പം ഇങ്ങനെ എന്നോട് ചോദിക്കും ഈ എങ്ങോട്ടാണ് ഈ ഓടണം, ഈ എന്തിനാണ് ഈ ഓടണം എന്നൊക്കെ പറഞ്ഞ്. നമ്മളെ കാക്കാൻ്റെ അടുത്ത് ഞാൻ പോയി ചാവി വാങ്ങട്ടോ ആദ്യട്ടോ. പണിക്കാർ പോയിക്കണം. ഒരു മിനിറ്റ് നമുക്ക് വണ്ടി അവിടെ നിർത്താം, ഞാൻ പോയി ചാവി വാങ്ങിയാറാം. ഞാൻ പറഞ്ഞുതരാം ഇത് എന്തിനാ എടുത്തുകണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് അത് മാത്രം. ഞങ്ങളിതാ ഇവിടെ എത്തി അല്ലേ? അതായത് നമ്മളെ പുതിയ പ്രോപ്പർട്ടിയിലെത്തി. ഇവിടുന്നാണ് നമ്മൾ എന്ത് കഴിക്കാൻ പോണേ? ഫുഡ് കഴിക്കാൻ പോണേ അല്ലേ? വരി. അപ്പോൾ ഈ ഏരിയ ആണ് ഇന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെയൊക്കെ എന്ത് വരും? പുല്ല് വരും. അതിന് വേണ്ടി ചെത്തിക്ക് വരും സെറ്റാക്കി. അതെ കല്ലിട്ട് ഇത് കല്ലൊക്കെ ഇവിടുന്ന് പോവും. ഒക്കെ വേറെ സാധനങ്ങൾ വരും. സെറ്റാകുന്നുണ്ട്. ഓക്കെ നമുക്ക് ആദ്യം നമ്മളെ കുറച്ച് ചക്കന്മാരെ അടുത്ത് വിളിക്കുന്നുണ്ട്. ഓരോടുത്ത് പോയേക്കാം. വാ എടാ വരി. ആ മഞ്ചോടെ അതാ വണ്ടിയിൽ നിന്ന് കിട്ടണ്ടേ അവിടെ കിട്ടോ വരുന്നേ. പാവാണ് എന്നും വരും കഴിച്ചാൽ ഞങ്ങൾക്ക് ഡൗട്ടല്ലോ ഇവിടെ. ഹലോ ഗൈസ് നമ്മൾ വീണ്ടും എത്തി. എടാ അന്ന് ഞാൻ ഒറ്റക്കുള്ളൂ. നമുക്ക് ഓലൊക്കെ ഒരു ദിവസം കൊണ്ടുവരാം. നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്? എന്തൊക്കെ വർത്താനം? കളിച്ചാൽ പോന്നാ? കളിയൊന്നും ഉണ്ടല്ലേ? ഇനി നമ്മളും കൂടണം കേട്ടോ ഒരു ദിവസം. നിങ്ങളപ്പം നമ്മളും കൂട്ടണം കേട്ടോ. മറ്റേലൊക്കെ ഇവിടെ ബാക്കിയില്ലേ ആടാ? ഓക്കെ ഓക്കെ. ഓരോ എത്ര ആൾക്കാരുണ്ട്? എന്നാ തോൽക്ക് കൊടുത്തല്ലേ? 3 4 5 6 ആള് അല്ലേ? എന്താ ഈ 6 ഓൽക്കും കൊടുത്തല്ലേ കേട്ടോ. ഇനി ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പൊട്ടിച്ചേണ്ട ഷെയർ ചെയ്യും കേട്ടോ. സെറ്റാക്കൂലേ? ഓക്കെ എന്നാ കാണാം കേട്ടോ. എടാ ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ? വാങ്ങിക്കോളി. എടാ കഴിച്ചാ പിന്നെ വരണ്ടേ? എടാ ഓൽക്കും കൊടുക്കിട്ടോ. വരി. ഇവിടെ ഒരു ഓപ്പൺ ഷവർ വരും കേട്ടോ. യെസ് ഇവിടെയൊക്കെ പുല്ല് വരും കേട്ടോ. വാ ആ ഞാനാ വിളിക്കണേ. കുളിച്ചു വിളിക്കാറുണ്ട്. എന്താടാ? ഇല്ലടാ ഓല് പിന്നെ വരും കേട്ടോ. പിന്നെ വരും. എങ്ങനെ? അല്ലേ എല്ലാവരും ഇല്ല ഒരു ദിവസം വരണ്ട്. വരും. ഇന്ന് സമയമല്ല, എല്ലാവരും ഇല്ല ദിവസം വരണ്ട് കേട്ടോ. ഓക്കെ എന്നാ കാണാം. ബാ ഇവിടെ കണ്ട. എടാ നമുക്ക് ഉള്ളിൽ കയറല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ മോളെ പ്രോപ്പർട്ടി. പുറം ഭാഗമൊക്കെ ഇതാ കേട്ടോ. എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായങ്ങളെ? ഇത് സാറെന്തിനാ ഉണ്ടാക്കിക്കണറിയോ? അതായത് സാറിൻ്റെ വീട്ടിലെ ചില ആളുകൾ സാറിന് എന്ത് ചെയ്യാറുണ്ട്? ഞെട്ടിക്കാറുണ്ട്. നേരം വൈകി വന്നാൽ വാതിൽ തുറന്നു തരില്ല, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആളെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു താക്കീതാണ്. ഇനി നമുക്ക് എന്തുണ്ട്? വാതിൽ തുറന്നില്ലെങ്കിലും കയറി കടന്നുറങ്ങാൻ എന്തുണ്ട്? ഒരു വീട് നമുക്ക് വേറെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ആളുകൾ ഇതെന്ത് ചെയ്യുക? മനസ്സിലാക്കാന്നില്ലാണ് നമുക്ക് ഇതിലെന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുഖത്തോട് മുഖം നോക്കി പറയാൻ അറിയായിട്ടല്ല, പക്ഷെ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ അപ്പോൾ ആ ആളുകൾക്ക് മനസ്സിലാക്കുക. നമുക്ക് ഇനി വാതിലൊന്നുമില്ലെങ്കിൽ വന്ന് കിടക്കാൻ തൊട്ടടുത്ത് 8 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ആൾക്കാരോടൊക്കെ ഇജ്ജുവാണത് പറഞ്ഞെടുത്ത് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം വരികയാണ്. എൻ്റെ ഒരു ജെനുവിൻ അഭിപ്രായം നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം ഈ കാണുന്ന പോലെ ആവില്ല, അത് മാറ്റങ്ങൾ വരും. നല്ല ഫോട്ടോ ഫ്രെയിമാണ് നമുക്ക് ഫാമിലി ഗാദറിങ്ങിനൊക്കെ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഇനി ഇപ്പം ഈ കാണുന്ന രൂപത്തിലാവില്ല, ഒച്ചും വിളിയൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു പോരാ. കൂൾ.
അപ്പോൾ എന്താ വെച്ചാൽ എടാ വരി ആദ്യം നമുക്ക് പുറത്ത് കൂടെ നടക്കാം, എന്നിട്ട് നമുക്ക് ഉള്ളിൽ പോവാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെത്തിക്കോരിയ കേട്ടോ ഫുള്ള്. ഇത് ഉമ്മ കാണണ്ട, നിങ്ങളോട് ഇത് പെരേ വെക്കാൻ പറഞ്ഞിട്ട് 5 മാസമായി. ചെടിയോ ഇത് പിടിച്ചാ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ റയാനും നമ്മളെ നവീദും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ അല്ലേ LSS കിട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവുണ്ടാവും പറഞ്ഞാൽ അല്ലേ, അതിനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുഡ് നമുക്ക് കഴിക്കാം അല്ലേ. എങ്ങനെ ഉണ്ടായി നമ്മളെ ആ ഒരു 4ാം ക്ലാസ് ആ ഒരു സ്കൂൾ ജീവിതം എങ്ങനെ ഉണ്ടായി? അപ്പോൾ എന്താ വെച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ, ക്ലാസ്സിൽ നിങ്ങളെങ്ങനെയാണ് നിങ്ങളിങ്ങനെ, അതായത് നമ്മൾ പുറത്തിൽ കണ്ടല്ലോ ആൾക്കാർക്ക് പരിചയം അല്ലേ, പക്ഷേ ക്ലാസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ചോദിക്കലുണ്ട്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ സാർ എങ്ങനെയാണ്? പാവാണോ? തല്ലൂല അല്ലേ, തല്ലിയില്ല. പക്ഷെ ഞാൻ ഇവരോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബെല്ലടിച്ച് കഴിഞ്ഞ് ആ ബെല്ല് തീരണ വരെ അല്ലേ, അത് നമുക്ക് എന്തിനുള്ള സമയമാണ്? പഠിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് വേറെ ഒരു പരിപാടിക്ക് ഞാൻ തരില്ല, സമ്മതിക്കലില്ല അല്ലേ. അതാണ് നമ്മൾ തമ്മിലുള്ളൊരു ഡീലേ, അതാണ്. അതായത് ബെല്ലടിച്ച് ഇൻ്റർവെല്ലായോ ഞാൻ ദബ്ബല അതായത് ഞങ്ങളെ കമ്പനിയാണ്, നിങ്ങളെ ഫ്രണ്ടാണ് ഞാനും. പക്ഷേ ക്ലാസ്സിൻ്റെ ഉള്ളിൽ അല്ലാതെ വരുന്ന ആ ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് അല്ലേ, ആ ഒരു പീരീഡിൻ്റെ സമയം അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒരു വേറെ അല്ലേ, അത് ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ട അല്ലാത്തൊരു ടോക്കിക്ക് നമ്മൾ പരമാവധി നമ്മൾ എന്തെങ്കിലും പോലില്ല അതല്ലേ. കാരണം എന്നാലും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. കാരണം സ്കൂളാകുമ്പോൾ നമുക്കറിയാം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കുറേ ലീവുകൾ വരും അല്ലേ. അത് ഈ വർഷം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ജൂണിലൊക്കെ തന്നെ കുറേ ലീവ് കിട്ടിയില്ലേ, മഴൻ്റെ ലീവ് ഇല്ലേ. ഇനിയിപ്പോൾ മഴ ശക്തമാവുന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിത ലീവ്, അപ്പോൾ നമ്മൾ കിട്ടുന്ന പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. എന്നാലേ നമ്മൾ എക്സാം ആകുമ്പോൾ പാഠം തീരുള്ളൂ. അതെ, ശനിയാഴ്ച കൊടുക്കും. ആ അപ്പം നമ്മളെ സ്കൂളിൽ നിന്ന് ഒന്നുകൂടി നല്ലത് അല്ലേ. അപ്പം എന്താ വെച്ചാല് അല്ലേ, പിന്നെ നമ്മൾ ടൂറൊക്കെ പോയി അല്ലേ, അതായത് നമ്മൾ മറക്കാനാവാത്തൊരു ടൂറൊക്കെ പോയി നമ്മൾ സെറ്റപ്പ് ആക്കി. ഞാൻ അടിക്കലില്ലല്ലോ, ഇല്ല ഇന്നേ വരെ എന്ത് ചെയ്തില്ല, പിന്നെ ആരും അടിച്ചിട്ടില്ല. പക്ഷെ അടിക്കാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, കേൾക്കും അല്ലേ. അത് കേൾക്കണം എന്നാണ് നമ്മൾ തമ്മിലൊരു ഡിമാൻഡ് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ ഞാൻ പറയലുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡീലിൽ ഞങ്ങൾ വളരെ നല്ലൊരു ആത്മബന്ധത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ സ്കൂൾ ജീവിതം അല്ലേ മുഴുവനാക്കിയത്. അപ്പം ഇനി നമ്മൾക്ക് ഫുഡിലേക്ക് കിടക്കാം, നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. വരി ഇനി ഉള്ളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. എടാ അങ്ങനെ ഉണ്ട്, ഇത് സെറ്റല്ലേ, രസമല്ലേ. ഇനി ഇതിലാറ് രസമാക്കി മാറ്റൂട്ടെ നമ്മൾ. അതായത് എപ്പോഴും വെച്ചാൽ എന്താ ഒരു 2 മാസം കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എപ്പോഴേലൊക്കെ ഇതിൽ വരികയാണെങ്കിൽ ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ഇവിടെയൊക്കെ പുല്ലൊക്കെ വന്ന് ഒന്നുകൂടി നല്ല ഉഷാറായിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കും. ഓക്കെ, എന്താ എൻ്റെ അഭിപ്രായം? നല്ല രസമുണ്ട്, സെറ്റല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാം, നമ്മളെ ഞെട്ടിക്കാൻ വരരുത്. നമുക്ക് കയറി കിടക്കാനൊരു ഇടമുണ്ട് ഗായ്സ്. അതൊന്നും പറയില്ല, അതൊക്കെ ഇത് കാണുന്ന ആൾക്ക് ഇതിൽ ഈ വീഡിയോ ആൾ കാണും എന്തായാലും. അപ്പോൾ ആളിത് മനസ്സിലാക്കുക, അത്ര നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഗായ്സ് വരൂ, നമ്മൾ ഉള്ളിൽ കയറിയല്ലേ ചായ കുടിക്കുന്ന. അതെ എടി മറ്റേ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. പറഞ്ഞല്ലേ, വരൂ ഗൈസ് എല്ലാവരും വരൂ. എടാ വരിടാ. യാ ബിസ്മൊക്കെ ചെല്ലി ആദ്യമായിട്ട് കയറിയിട്ട് നമ്മളെ മക്കള്. ഏത് ആ ഈ ടേബിൾ വെച്ചില്ലേടാ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അതായത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഗൈസ്, സെറ്റല്ലേ? ആ ചാടിച്ച. അപ്പം ഫ്രെയിമൊക്കെ നമ്മൾ ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ ഇങ്ങനെ രാവിലെ നീച്ചില്ലേ, അവിടെ 2 കസേര കെട്ടില്ലേ, ഒരു ടേബിളൊക്കെ ഇട്ട് ഇങ്ങനെ ചായ പിടിച്ചിരുന്നാൽ നല്ല രസം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കിയാലോ. എൻ്റെ കുട്ടികളാണ് നമ്മളെ റിസോർട്ടിലത്തെ അല്ലേ, നമ്മളെ പ്രോപ്പർട്ടിയിലത്തെ ആദ്യത്തെ ഗസ്റ്റുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. കൂടെ നമ്മുടെ നശ്വ ഉണ്ട്, നശ്വ അവർകൾ അല്ലേ. അല്ല ഇത് ഇവർക്കുള്ള ട്രീറ്റ് ചെയ്യണല്ലോ, അപ്പോൾ ഇജ്ജ് ഇതിനെന്തിനാ പങ്കെടുക്കണേ? അതെ ഇടങ്ങൾ നിർബന്ധിച്ചോ? അതെപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാം കേട്ടോ. നേരെ അപ്പുറത്ത് ഇതാ
ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അല്ലേ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണത് അല്ലേ? വേണല്ലേ? കഴിക്ക്. എടാ നമ്മൾ സാവണപ്പും പെപ്സിയൊന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം തരാം പരമാവധി കേട് കുറക്കാന്നുള്ളൊരു ഇതാണ്. കുറേ നമ്മൾ നിന്നൊക്കെ കേടന്നെ കഴിക്കാറാം, പക്ഷെ എന്നാലും മാക്സിമം ഒരു അളവ് കുറക്കാന്നില്ല നമ്മൾ ഉദ്ദേശം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കുടിക്കലില്ല. വല്ലാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതേമാതിരി പൂതിയിലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മധുരാണെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും കുറച്ച് എന്തേ ഇല്ലല്ല, അത് നല്ല കട്ട ഉറച്ചിരിക്കണ ഐസ്ക്രീമാണ്, അത് ലൂസല്ല. ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കഴിക്കാൻ നമ്മൾ പ്ലേറ്റ് ഒക്കെ എടുത്ത് പോകുന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു പേപ്പർ പ്ലേറ്റ് ഒക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മളെ മക്കൾ. നിങ്ങളൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ബ്രോസ്റ്റ് നിങ്ങൾ എനിക്ക് തിരിച്ചിങ്ങോട്ട് വാങ്ങി തരണം. പറ്റൂലേ? ആ അന്ന് ചിലപ്പോൾ ഞാനൊക്കെ പല്ലൊക്കെ പോയി വയസ്സൊക്കെ ഇങ്ങോട്ട് ആകെ പിടുത്തം വിട്ടൊക്കെ കയറാം. ഇവിടെ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തിരിച്ചേ അറിയില്ല. അത് ഒറ്റ പല്ലുണ്ടാവും പള്ളിയിൽ. പക്ഷേ പിന്നെ എൻ്റെ ഒരു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, അതേപോലെ ജോലി കിട്ടി വന്നിട്ട് നമുക്ക് ഇതേപോലെ വാങ്ങി തരാം കേട്ടോ. നമുക്കെന്താ പറയുക, നിങ്ങളൊക്കെ വലിയ നിലയിലെത്തണം, നല്ല നല്ല ജോലി ഒക്കെ വാങ്ങി അല്ലേ? എങ്ങനെ പറഞ്ഞേ? വീടാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നെസ്വക്ക് അനവധി നിരവധി അല്ലേ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഫാമിലീൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് അല്ലേ എൻക്വയറി വന്നിരിക്കണ ഷവർമ്മക്ക്. നമ്മളൊരു ഷോപ്പ് തുറക്കണതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിറ്റേ തന്നെ പൂട്ടി പോകുന്നാൽ പക്ഷേ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താലും ഒന്നുകൂടി സെറ്റ് ആവും കേട്ടോ എൻ്റെ ഷവർമ്മ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓളപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൾ ഉണ്ടാക്കുന്ന ഷവർമ്മ. ഇപ്പോൾ ഓള് വീട്ടിൽ ചെന്നാലും ഓളപ്പം പുറത്തുനിന്ന് ഷവർമ്മ വാങ്ങുന്നതന്നെ അല്ലെന്നാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ നെസ്വ ഉണ്ടാക്കുന്ന ഷവർമ്മ അതിനൊരു ഇതാണെന്ന് പറഞ്ഞത്. പോരെ? എത്ര പോരെ? ഇത്രയൊക്കെ പ്രൊമോഷൻ സുഹൃത്തുക്കളെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇതിലാറെ എങ്ങനെ ഒരു ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ നമ്മൾ പ്രൊമോഷൻ തരുന്നത്? കഴിക്ക് എടാ, കഴിക്കട്ടോ. ഇത് ഫുള്ള് നിങ്ങൾ തീർക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പീസ് എടുത്ത് ഇനി എടുക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എന്ത് ചെയ്തു? പാലിച്ചു. നിങ്ങൾ ഇതേപോലെ ഇനി പഠിച്ച് ഇനിയിപ്പോൾ LSS കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് വരും? USS വരും. ഇതൊന്നും ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരമാവധി കിട്ടാൻ നോക്കുക അല്ലേ? നമുക്ക് അതിൻ്റെ കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കിട്ടിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണമെന്ന് വാശി പിടിച്ചാൽ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ എക്സാം എഴുതിയപ്പോൾ അല്ലേ കുറച്ചുകൂടി കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൂടെ, എല്ലാവർക്കും കിട്ടിയില്ലല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ മാക്സിമം ഇങ്ങനത്തെ മത്സര പരീക്ഷകളൊക്കെ നമ്മൾ പങ്കെടുക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപകാരം നമുക്ക് ഭാവിക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും വരാനുമില്ല കേട്ടോ. പക്ഷേ ഇതേപോലുള്ള മത്സര പരീക്ഷകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി പങ്കെടുത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അതിൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ എപ്പോഴും അന്നും തന്നെയല്ലേ പറഞ്ഞത്, ഇത് കിട്ടണം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു നിങ്ങളോട് ഇല്ല. അതായത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മളെ ബെസ്റ്റ് അത് നമ്മൾ ട്രൈ ചെയ്യുക. അതിൽ കിട്ടുകയാണെങ്കിൽ കിട്ടുക ഇല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അപ്പോൾ അന്ന് ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞതാണ്, കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി ഇത് കഴിഞ്ഞാൽ USS വരേണ്ട, അതിന് ട്രൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അതേപോലെ നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജ് എടുത്തിക്കണേ സബ്ജക്റ്റ്? അതല്ല, ലാംഗ്വേജ് പഠിക്കാനാണ് എടുത്തിക്കണേ അറബി. ഇയ്യോ ഇല്ല, പക്ഷെ മലയാളം പഠിക്കണ്ടേ അല്ലേ? അറബി ഉണ്ടോ? അറബി ഇല്ല അല്ലേ? അപ്പോൾ പിന്നെ മലയാളം കയറാം അല്ലേ ലാംഗ്വേജ് വരുന്നത്? ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ഇത് പിടിക്കുക. ഇത് നിങ്ങൾ ഐസ്ക്രീം കേട്ടോ. ഒരു മിനിറ്റ്, ഐസ്ക്രീം തിന്നൽ തുടങ്ങിക്കോളൂ. ഇത് അലിയൽ തുടങ്ങിക്കണേ ഇപ്പം തന്നെ ഒന്ന് വിളി. വണ്ടിയിൽ നിന്ന് തിന്നാനും ഉണ്ടാവില്ല. ഈ പേപ്പർ കവറല്ല, ഇത് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് എന്നാ എനിക്ക് വേണ്ടേ? എന്നാ എനിക്കാണ്. യെസ്. ഞാൻ പറയണെന്താ വെച്ചാൽ, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഏതാ ലാംഗ്വേജ് എടുത്തീനി? ഉറുദു. നിങ്ങൾ 4 പേര് ഏതേനി? അറബി അല്ലേ? രണ്ടോളം അറബിയിലേനോ? അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ അറിയോ? എന്താണ്? അതായത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഭയങ്കര കോമ്പറ്റീഷനിലൊരു കാലഘട്ടത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പം, അതായത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളും ബുദ്ധിപരമായി ചിന്തിക്കണം. എല്ലാ രക്ഷിതാക്കളും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുട്ടികളെ കൊണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മുസ്ലിം കുട്ടികളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ സംസ്കൃതം ലാംഗ്വേജ് പഠിപ്പിക്കണം. അതേപോലെ ഹിന്ദു കുട്ടികളെ കൊണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ ഏത് പഠിപ്പിക്കണം? അറബി ലാംഗ്വേജ് പഠിപ്പിക്കണം. കാരണം ഇത് പറയുന്നത് എന്താ വെച്ചാൽ സംവരണം ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു PSCക്ക് പിന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ട്, ഈ ലാംഗ്വേജ് പഠിച്ച കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച തന്നെ ഹിന്ദു കുട്ടികളുണ്ട് എൻ്റെ കൂടെ പഠിച്ച അല്ലേ?
അപ്പോൾ അവർ അറബി പഠിച്ച് വിചാരിച്ച എന്താണ് ഒരു പ്രശ്നമില്ല, നമ്മളൊരു എക്സ്ട്രാ ഒരു ഭാഷ പഠിക്കണമെന്നുള്ളൂ, അത്രേ ഉള്ളതില്ലേ. അപ്പോൾ ആ ഭാഷ വെച്ചിട്ട് അവർക്ക് എന്തുണ്ട്, സംവരണമുണ്ട് PSC യിൽ. അതേപോലെ ക്രിസ്ത്യൻ കുട്ടികൾക്കും ഉണ്ട് എന്ത്, പിന്നെ അറബി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, സംവരണമുണ്ട്. പിന്നെ ഞാൻ അറിയണ തന്നെ ഒരു സ്കൂളിൽ ഇവിടെ ആകെ മേത്ത് കൂടെ ഒക്കെ തേച്ച് ഒല്ലിപ്പിച്ച് തിന്നിട്ട് കേട്ടോ. അതിനെക്കാട്ടിലും വൃത്തിയായിട്ട് തമ്മിൽ നിന്നുണ്ട്. എന്ത് കവർ അത് വിടച്ചാൽ മതി, നമ്മളൊക്കെ വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ എടിങ്ങിടുവാ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ പിന്നെ ക്രിസ്ത്യൻ സഭകളുടെയൊക്കെ കീഴിൽ വരുന്ന സ്കൂളുകളിൽ, ഞാൻ അറിയുന്ന ഒരു സ്കൂളിൽ തന്നെ ഒരു ക്രിസ്ത്യൻ അധ്യാപകനോട് അറബി പഠിപ്പിക്കുന്നുണ്ട്. അതായത് അത് അവർക്ക് സംവരണം കിട്ടിയിട്ട് വരുന്നതാണത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ബുദ്ധിപരമായി ചിന്തിക്കുക. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച തന്നെ ഹിന്ദു കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി ലാംഗ്വേജ് പഠിച്ചിട്ട് ഇപ്പോൾ PSC ലിസ്റ്റിൽ കയറിയാണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ലാംഗ്വേജ് എടുക്കുമ്പോൾ എല്ലാവരും ബുദ്ധിപരമായി ചിന്തിക്കുക. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിലപ്പം ഈ പ്രായത്തിലൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ LP UP ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ലാംഗ്വേജ് നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നമ്മളെല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം പോയി ഇങ്ങോട്ട് അറബി എടുക്കും, അല്ലെങ്കിൽ മലയാളം എടുക്കും. അത് വേണ്ട, അത് ഒരു വേറൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചോളും. പക്ഷേ പിന്നെ അതായത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മര്യാദയ്ക്ക് ഡീൽ ചെയ്താൽ സെറ്റാണ്. അതായത് മുസ്ലിം കുട്ടികളെ കൊണ്ട് സംസ്കൃതം പഠിപ്പിക്കുക, ഹിന്ദു കുട്ടികളെ കൊണ്ടും ക്രിസ്ത്യൻ കുട്ടികളെ കൊണ്ടും അറബി ലാംഗ്വേജ് പഠിപ്പിച്ചാൽ അവരുടെ ഭാവിക്ക് അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും അത്. അപ്പോൾ അത് എല്ലാവരും എല്ലാ രക്ഷിതാക്കളും എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഇതാവും. അത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ച് നീങ്ങണം. അപ്പം അത് ആരും മറക്കരുത്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി തന്നെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി അറബി ഓന് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ ഓൻ്റെ അമ്മനോട് ഒരു ദിവസം മീറ്റിംഗ് എന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഓനെ പറ്റുന്നുണ്ടെങ്കിൽ ഈ അറബി ഓനെ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കണം. കാരണം ഇങ്ങനെ ഉപകാരങ്ങൾ തരുന്നുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഇപ്പം എനിക്കൊന്നിന് 7-8 എത്തിക്കണമെന്നുണ്ട്. ആ കുട്ടി അറബിയാണ് ലാംഗ്വേജ് പഠിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതായത് ഒരു ഹിന്ദു കുട്ടിയാണ്, ആ കുട്ടി പഠിക്കണത് അറബിയാണ്. ആ ഭാഷ പഠിക്കുന്നതിൻ്റെ ഒരു ഉപകാരം ഓനത് ഭാവിയിൽ എവിടെയെങ്കിലും ഓനത് ഉപകാരപ്പെടുന്ന എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ടിപ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ കാലത്തിനനുസരിച്ച് ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങുക. അതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, രക്ഷിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഐസ്ക്രീം എന്നതിൽ വളരെ വിജയകരമായിട്ട് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എടാ എന്തായി, സെറ്റല്ലേ? നമ്മളിത് ആ പള്ളിയിലൊക്കെ പോയി ചെക്കന്മാരെ നമ്മൾ കൊണ്ടുപോയേക്കാണ്. സെറ്റല്ലേ? എങ്ങനെയുണ്ട് ഇനി? നിങ്ങൾ കരുതിയ കാര്യമൊക്കെ നടന്നില്ലേ? ഞാൻ പറഞ്ഞ ബാക്കി ഞാൻ പാലിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വലുതായിട്ട് നമ്മളതേമാതിരി വന്നുകൊണ്ട് ഒരു സർപ്രൈസ് അല്ലേ, എന്ത് ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ കൊണ്ടുപോവാ അല്ലേ? ഞാൻ പലർക്കൊരു നൈറ്റ് ഡ്രൈവ് വാക്ക് കൊടുത്തീനി. പക്ഷെ അന്ന് നമുക്ക് നടന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ചെറുതെങ്കിൽ ചെറുത് അല്ലേ, കുറച്ചു നേരം നമ്മൾ നൈറ്റ് എന്ത് ചെയ്തു, നമ്മളെല്ലാവരും ഇങ്ങനെ കറങ്ങി അല്ലേ? അപ്പൊ സെറ്റ് അല്ലേ? എൻജോയ് ചെയ്തോ? ഹാപ്പി അല്ലേ? അത് മതി, നിങ്ങൾ ഹാപ്പി ആയാൽ മതി നമുക്ക് അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ എപ്പോഴും കാണാം അല്ലേ? ഓക്കെ. അപ്പോൾ നവീദിന്റെ വീട് എത്താനായിട്ട് നവീദ് ഇറങ്ങാണ്. എന്നാ പോയി വന്നിട്ട് കാണാം കേട്ടോ. വലൈക്കും സലാം. ഇപ്പൊ ഉണ്ടാവില്ല ഇവിടെ? ഇപ്പൊ എമ്മ നിക്ക? ഓക്കെ. കണ്ണിലുണ്ണിയാണ്. സ്വഭാവം എങ്ങനെയാ? തല്ലാത്തവരൊക്കെ നല്ല സ്വഭാവമാണ്. എന്നാലും സാർ ഒരു ക്യാരക്ടർ എങ്ങനെയാ? അഭിപ്രായം പറഞ്ഞു. സാറ് നല്ലൊരാളാണ്, ഞങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട സാർ. അങ്ങനത്തെ നല്ല സാറിനെ കിട്ടണേ. ഞങ്ങക്ക് 5ാം ക്ലാസ് ഒന്നും അത്ര പോയ, 4ാം ക്ലാസ് തന്നെ സീന്. ബാസിൽ സാർ അത്ര ഇഷ്ടം? നമ്മളെ ചെക്കന്മാരാണ്. എനിക്ക് ഓരോ നല്ല ഇഷ്ടമാണ്. ഒരു കൊല്ലൊപ്പം അല്ലേ? നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും നല്ല ഇതിലെത്തട്ടെ, അത്രേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ കേട്ടോ. ആമീൻ. അല്ലേ? ഇമോഷണൽ ആവും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാരും എനിക്കും നല്ല ഇഷ്ടമാണ് അല്ലേ. ഇൻഷാല്ലാ നമുക്ക് കാണാം അല്ലേ.